ഷെയർ ചേരുമ്പോൾ ഇപ്പൊ മഹല്ല് കമ്മിറ്റികളും അതുപോലെ തന്നെ കൂട്ടായ്മകളുമൊക്കെ ഇപ്പൊ ഈ ഘട്ടത്തിൽ ഷെയറുകൾ സ്വീകരിച്ചു തുടങ്ങി. അപ്പൊ ഒരു മാടിലാണെങ്കിൽ അവർ ഒരു പോത്ത് അല്ലെങ്കിൽ ആ നിലയ്ക്ക് അവർ മാടിനെ സംബന്ധിച്ചിടത്തോളം വില കണക്കാക്കുന്നത് പലയിടങ്ങളിലും, ചിലയിടങ്ങളിൽ ഒരു ഷെയറിന് 7000 രൂപ, ചിലയിടങ്ങളിൽ 7500 രൂപ, ചിലർ 8000 രൂപ എന്നൊക്കെ ഷെയർ പറയുന്നുണ്ട്. അതൊക്കെ അവർ വാങ്ങുന്ന മൃഗങ്ങളുടെ അതിനനുസരിച്ചിരിക്കും. അങ്ങനെ ഷെയർ ചേരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, പലപ്പോഴും അങ്ങനെ നോട്ടീസ് ഇടുമ്പോൾ കുറെ ആളുകൾ അത് അറിയും. അപ്പൊ ഒരു മഹല്ലിലെ ഒരു കൂട്ടായ്മയുള്ള സ്ഥലത്ത് ഒരുപാട് ആളുകൾ അതിലേക്ക് ഷെയർ ചേരും. അങ്ങനെ ഷെയർ ചേരുമ്പോൾ ഈ കമ്മിറ്റിയുടെ ആളുകൾ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആളുകൾ എന്ത് ഇവരുടെയൊക്കെ പേരുകൾ ലിസ്റ്റ് ചെയ്യും. അങ്ങനെ ലിസ്റ്റ് ചെയ്ത് 10ഓ 30ഓ ഒക്കെ ആളുകൾ ഉണ്ടെങ്കിൽ അവരുടെ ടോട്ടൽ ആ സംഖ്യ അങ്ങ് കണക്ക് കൂട്ടിയിട്ട് അതിന് കിട്ടാവുന്ന നിലക്കുള്ള പോത്തുകളെ അങ്ങ് ഒന്നിച്ചാണ് വാങ്ങും. പലയിടങ്ങളിലും പോയിട്ട് കച്ചവടമാക്കി വെക്കും നേരത്തെ. അങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതെന്താണ്? ഓരോ 7 ആളുകളുടെയും 7 ആളുകൾക്ക് വേണ്ടി ഒരു ഉരുവിനെ നമ്മൾ നിജപ്പെടുത്തണം. അത് ഇന്ന വ്യക്തികൾക്കൊക്കെ ഉള്ള ആളുകളാണെന്ന് ലിസ്റ്റ് ചെയ്യുകയാണ് നമ്മൾ വേണ്ടത്. എന്നിട്ട് ആ ആളുകളുടെ പേരിൽ ഇതാ ഇന്ന മൃഗം. കാരണം അപ്പോഴേ ആ വില കണക്കാക്കിയിട്ട് 7ൽ ഒരു വിഹിതം ആവുകയുള്ളൂ. അതല്ലാതെ നമ്മൾ ടോട്ടൽ എല്ലാവരെയും കൂടി എമൗണ്ട് കണക്ക് കൂട്ടിയാൽ ചിലപ്പോൾ ചില ഉരുക്കൾക്ക് വില കുറവായിരിക്കും. അപ്പൊ ചിലപ്പോ 56000 രൂപ ഉണ്ടാകും, ചിലപ്പം 35000 ഉണ്ടാകും, ചിലതിന് 40000 രൂപയുണ്ടാകും. ഇങ്ങനെയൊക്കെ പല റേറ്റിലുള്ള ഉരുക്കളായിരിക്കും ഉണ്ടാവുക. അവയുടേതായ ആ ഗുണമേന്മക്ക് അനുസരിച്ച് വ്യത്യാസങ്ങൾ വരും. നമുക്ക് ആലോചിച്ചാൽ തന്നെ അറിയാവുന്നതാണ്. അങ്ങനെ മൊത്തത്തിൽ അത് കച്ചവടം ചെയ്യപ്പെടുമ്പോൾ ഈ ഒരു പ്രശ്നം നമ്മൾ ശ്രദ്ധിക്കണം. ഓരോ 7 ആളുകൾക്കും ഇന്ന 7 ആളുകൾക്ക് ഇത് ഇന്ന ഉരു അങ്ങനെ നിജപ്പെടുത്തണം. എന്നിട്ട് അതിന്റെ ടോട്ടൽ വില എന്താണോ അതിന് കണക്കാക്കിയിട്ടുള്ള 7 ഷെയറാണ് എടുക്കേണ്ടത്. 7 വേണമെന്നില്ല, ഞാൻ നേരത്തെ പറഞ്ഞു 2, 3, 4, 7 വരെ ആകാനേ പാടുള്ളൂ. അപ്പുറം ആകാൻ പാടില്ല. ഈ 7 ഷെയർ കണക്ക് കൂട്ടുമ്പോൾ ഷെയർ ചേർന്നിട്ടുള്ള വ്യക്തി, അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന ഒരു പ്രധാന കാര്യമാണ് പറയാൻ പോകുന്നത്. ഷെയർ ചേരുന്ന ഒരു വ്യക്തി അല്ലടുത്ത് പറയണം, എൻ്റെ അടുത്ത് പിന്നെ ഷെയറിന് എത്ര 7000 വിചാരിക്കാം. അയാൾ പറയാണ് എൻ്റെ അടുത്തൊരു 3500 ഉള്ളൂ, ഞാൻ അതാണ് തരാം, ബാക്കിയുള്ള ഒരാളൊക്കെ കൂടി അങ്ങനെ 2 ആൾ കൂടിയിട്ട് ഒരു 3500 എടുത്ത് ഒരു ഷെയറായി ചേരുക. അങ്ങനെ പറ്റില്ല. ഷെയർ ചേരുന്ന ഒരു വ്യക്തി അയാൾ നൽകുന്ന തുക മിനിമം ഈ മൃഗത്തിന്റെ 7ൽ വിലയുടെ 7ൽ ഒരു ഭാഗത്തിൽ കുറയാൻ പാടില്ല. ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 7ൽ ഒരു ഭാഗത്തിൽ അയാളുടെ ഷെയർ എന്ത് ചെയ്യരുത്, കുറയരുത്. അപ്പൊ നിശ്ചയിക്കപ്പെട്ട 7ൽ 1 എത്രയാണോ ആ 7ൽ 1 അദ്ദേഹം കൊടുത്തിരിക്കണം. അതാണ് നമ്മൾ അതിൽ ശ്രദ്ധിക്കേണ്ടത്. ഒരാൾ അതിലും അപ്പുറം കൊടുക്കുകയാണ്, പക്ഷെ വേറൊരാൾ കൊടുക്കുന്നതോ അയാൾ അതിൽ കമ്മിയാണ് കൊടുക്കുന്നതെങ്കിലോ അത് ഉണ്ടാകാൻ പാടില്ല. ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് 2, 3, 4 ഒക്കെ ഷെയർ എടുക്കാം. എന്നാൽ എടുക്കുന്ന ഷെയർ 7ൽ 1 വിലയിൽ കുറയരുത്. അത് നമ്മൾ ആ വിഷയത്തിൽ മനസ്സിലാക്കിയിരിക്കേണ്ടത്. അപ്പോൾ എത്ര ആളുകളാണെങ്കിൽ ആളുകളുടെയൊക്കെ പേരിൽ ഇങ്ങനെ ഓരോരുത്തർക്ക് ഇന്നാൾ 7 ആൾക്ക് ഇങ്ങനെ വിഹിതം വെച്ചുകൊണ്ട് ആ 7 വിഹിതം ആയിട്ട് അങ്ങനെ കണക്കാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഉരുക്കളെ തരംതിരിക്കണം. അപ്പോഴേ നമുക്ക് അതിന്റെ ആ കൃത്യമായ നിലക്ക്, ഇസ്ലാമികമായ നിലക്ക് ആ ഷെയർ ചേരുന്നതിന്റെ നിയമം പാലിക്കപ്പെട്ടതായി തീരുകയുള്ളൂ എന്നുള്ളത് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്.